ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ അപ്പച്ചൻ വിളിക്കാനാട്ടോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഉറങ്ങിയില്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. ലാലിച്ചൻ എന്ത് ചെയ്യും ചോദിക്കുക കേട്ടോ. ആ ലാലിച്ചൻ പപ്പയും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു, സമയമായി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ അപ്പച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഇവിടെ എൻ്റെ പപ്പയ്ക്ക് കുറച്ച് കൂടുതലാട്ടോ. അതെന്താ ഇത് പെട്ടെന്ന് ഇത്ര കൂടിയത്? മറ്റേ ഇന്നിവിടെ ഒരു വിശേഷം ഉണ്ടായി അപ്പച്ച. എന്താണ്? ഇവിടെ മറ്റേ റീത്ത മമ്മിയും നമ്മുടെ അപ്പച്ചൻ്റെ മോളും കൊച്ചുമോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ അത് ശരി, അത് എൽസമ്മയുടെ ചേച്ചിയാണ്. അവൾക്കേ ഒന്നും രണ്ടൊന്നുമില്ല, അവൾക്ക് 7 നാക്കാണുള്ളത്. ഒരു നാക്ക് അലച്ച് മടുക്കുമ്പോൾ അടുത്ത നാക്ക് അലയ്ക്കാൻ തുടങ്ങും. പിന്നെ ആ ആൻറ്റി വന്ന് പപ്പയോട് വഴക്കിട്ടുന്നതാണ് തോന്നുന്നത്. കൊള്ളാം, അവൾ വഴക്കില്ലാത്തടത്ത് ചെന്ന് വഴക്കുണ്ടാക്കും. ബോംബ് ഇടുന്നത് പോലെയാണ് അവൾ ഓരോന്നും സംസാരിക്കുന്നത്. ഓ അതിനുശേഷം പപ്പ വല്ലാണ്ട് വിഷമത്തിലാണ് കേട്ടോ. അത് ശരിയാ, അത് വിഷമത്തിലായില്ലെങ്കിൽ ഉള്ളൂ അത്ഭുതം. കാരണം എന്താണെന്നറിയോ മോളെ, അവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നമ്മുടെ ലാലിച്ചന് പറ്റത്തില്ല. അങ്ങനെയാണ് അവളുടെ സംസാരം. അവളുടെ അപ്പനായ ഞാൻ നോക്കിയിട്ട് പോലും രക്ഷയില്ല. ചുമ്മാ അല്ല അവൻ്റെ കൂടിയൊക്കെ ഇന്ന് കൂടിയത്. അല്ല, എന്തിനാണിപ്പോൾ പപ്പ ഇങ്ങനെ പേടിക്കുന്നത് അപ്പച്ചാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിച്ചായം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു മോളെ, അവൻ ആരെയും പേടിയൊന്നുമില്ല. പക്ഷേ അവനൊരൊറ്റ നാവല്ലേ ഉള്ളൂ എന്നറിയത്താമയ്ക്ക് അങ്ങനെയല്ല. അവൾക്ക് കഴുത്തിന് ചുറ്റും നാക്കാണ്. അങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യാൻ പറ്റും? വല്യപ്പച്ചന് അവരോട് അടുത്ത പരിചയമുണ്ടോ? ഉണ്ടോന്നോ? കൊള്ളാം, ഞാനല്ലേ അവളോട് എന്നും അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആണുങ്ങളാണെങ്കിലേ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുക്കാം. ഇത് അതിലും പറ്റത്തില്ല. അല്ല, ഈ റീത്ത മമ്മിക്ക് എന്താ കാര്യം ഈ പപ്പയെടുത്ത് വന്നിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കാൻ? എന്താ വല്യപ്പച്ച കാര്യം? കൊള്ളാം, എൽസമ്മയുടെ ചേച്ചിയല്ലേ അവൾ. എൽസമ്മയുടെ എല്ലാ കാര്യം നോക്കുന്നതും അവളാണ്. പിന്നെ എൽസമ്മ ഒന്നും പറയത്തില്ല, റീത്തമ്മയാണ് എല്ലാം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവളെ അവിടെ വന്ന് എന്നേക്ക് ലാലിച്ചനോട് പറഞ്ഞതെന്ന് നിനക്ക് അറിയോ? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. മോളെ, നിൻ്റെ വിഷയം തന്നെയായിരിക്കും. അതല്ലാതെ റീത്താമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലല്ലോ. യാതൊരു പരാതിയും വഴക്കും ഒന്നുമില്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ റീത്ത മമ്മിയുടെ കൂടെയാണോ പപ്പയുടെ വൈഫും മക്കളും ഒക്കെ താമസിക്കുന്ന വല്യപ്പച്ച? അതെ, പക്ഷേ വീട് വാങ്ങിക്കൊടുത്തത് ലാലിച്ചനാണ്. അവൾ ചോദിക്കുമ്പോൾ പൈസ ഇട്ട് കൊടുക്കുന്നതും പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് പൈസ മാത്രം മതി. നീ വന്നതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ അടുത്തോടും വന്നു, ഏതാണ്ടൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. നിന്നോട് വഴക്കിന് വന്നോ? ആരാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ആൻ്റപ്പച്ചേട്ടനാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്നെ ഇവിടുന്ന് 90 ദിവസത്തിനകം ഇറക്കി വിടുന്ന ഭീഷണി. ഇപ്പം പോയില്ലെങ്കിൽ പിന്നീട് ആളെയും കൂട്ടി വരൂ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിവിടുന്ന് പോകേണ്ടി വരുമായിരിക്കും അല്ലേ വല്യപ്പച്ച? എടി, നിന്നെ അവിടുന്ന് ഇറക്കി വിടാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ചുമ്മാ ഭീഷണിപ്പെടുത്താന്നേ ഉള്ളൂ, ഒരു കാര്യം നടക്കില്ല. ലാലിച്ചനോടാ അവളുടെ കളി. എൻ്റെ പേരും പറഞ്ഞ് വലിയ വഴക്കിലൊന്നും പോണ്ട. ഒന്ന് പപ്പയോട് പറയണേ വല്യപ്പച്ച, ഞാൻ ഒറ്റയാണ്. എന്നെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ മറുവശത്ത് അങ്ങനെയല്ല. പപ്പയുടെ സ്വന്തം ഭാര്യയും 3 മക്കളും അല്ലേ, അവിടെയല്ലേ പപ്പ ചേർത്ത് പിടിക്കേണ്ടത്. എടി മോളെ, അവരെയൊക്കെ ചേർത്ത് പിടിച്ചാലും ഈ റീത്താമ്മ വന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോവും. ലാലിച്ചനും അവൻ്റെ ഭാര്യയും മക്കളും കുടുംബമായിട്ട് ഒന്നിച്ച് പോകുന്നത് ഈ റീത്താമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. സമ്മതിക്കത്തില്ല അവൾ. അതെന്താ വല്യപ്പച്ച, സ്വന്തം അനിയത്തിയുടെ മക്കളുടെ ജീവിതമല്ലേ, അതെന്താ സമ്മതിക്കത്തത്? അതിൽ നിന്ന് കൈയിട്ട് വാരിയല്ലേ ഇവളും ജീവിക്കുന്നത്. അതാ പ്രശ്നം. അല്ല, വല്യപ്പച്ചൻ പറയണത് എനിക്ക് മനസ്സിലായില്ല. എടി മോളെ, ലാലിച്ചൻ ഇവിടുന്ന് കൊടുക്കുന്ന കാശുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാ? ഈ റീത്താമ്മയാണ്. അവൾ കൊണ്ടു നടക്കുന്ന കാറ് പോലും ലാലിച്ചൻ കാശ് കൊടുത്തു വാങ്ങിയതാണ്. ലാലിച്ചനും കുടുംബവും ഒന്നിച്ച് നിന്നാൽ റീത്താമ്മയുടെ വരുമാനം മുട്ടിപ്പോവില്ലേ? അതുകൊണ്ടാണ് അവൾ അതിന് സമ്മതിക്കാത്തത്. ഇപ്പം നിനക്ക് മനസ്സിലായോ? അല്ല, പപ്പ എന്തിനാ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണ വല്യപ്പച്ച? എൽസമ്മയ്ക്ക് നിൻ്റെ പപ്പയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടം റീത്താമ്മയുടെ കൂടെ ജീവിക്കുന്നത്. പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. ലാലിച്ചനേക്കാളും റീത്താമ്മയാണ് അവർക്ക് വലുത്. അതെ, പക്ഷേ റീത്താമ്മയുടെ കൂടെ വന്നിട്ട് എൽസ എന്ന് പറഞ്ഞ മോക്കെ ഇവിടെ നിൽക്കാനാണല്ലോ ഇഷ്ടം. അവൾക്ക് എന്നെ ഇഷ്ടമായല്ലോ. ഇവിടുന്ന് പോകാൻ അവൾക്ക് മനസ്സേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോയത്. അതെ, അതിൻ്റെ കാര്യം നീ നോക്കണ്ട. അതിൻ്റെ മൂത്തത് ഒരെണ്ണമുണ്ട്, ടാനിയ. പിന്നെ ഇളയത് ടോജോ. അവിടെ അവരെല്ലാവരും റീത്തമ്മയുടെ സൈഡാ. അപ്പം തന്നെ അലീന പറയാണ്, അപ്പച്ച ഞാനങ്ങ് മാറിയേക്കാം, അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കട്ടെ. മോളെ, നീ മാറിയാലും അവരെല്ലാവരും ഒന്നിക്കില്ല. നീ വരുന്നതിന് മുന്നിനും അങ്ങനെ അല്ലല്ലോ. എന്തായാലും പ്രശ്നം വഷളാവുന്ന ലക്ഷണമാണ് ഞാൻ നോക്കിയിട്ട്. എല്ലാം ഒന്ന് കലകി തെളിയട്ടെ മോളെ, അതാ നല്ലത്. ഇവിടെ തറവാട്ടിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്താ വല്യപ്പച്ച? നീ ലാലിച്ചൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിവരമൊക്കെ ഇവിടെ അറിഞ്ഞല്ലോ. എൻ്റെ മക്കൾക്ക് ആർക്കും അതൊന്നും പിടിക്കണില്ല.
അല്ല അതിപ്പോൾ അവർ പറയുന്നത് ശരിയല്ലേ? ഇതുവരെ ഇല്ലാത്തൊരു മകള് പെട്ടെന്നൊരു ദിവസം വരുന്നു, ലാലിച്ചൻ്റെ കൂടെ താമസിക്കുന്നു. ഇതാർക്കും തേക്കില്ല. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അവിടുത്തെ കാര്യം ലാലിച്ചൻ നോക്കിക്കോളും. നീ അവിടെ സമാധാനത്തോടെ ഇരുന്നാൽ മതി. വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാന്നേ. നീയേ ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കേ. ശരി വല്യപ്പച്ച, ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞും കൂടി നമ്മുടെ വല്യപ്പച്ചനും പോവാട്ടോ. അലീന ഫോൺ കട്ടിയിട്ട് വല്ലാത്ത ധർമ്മസങ്കടത്തിലായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. അങ്ങനെ നമ്മുടെ കടപ്പാട്ട് വീട്ടിലാണെങ്കിൽ ബബിത ആകെ ടെൻഷനിലാണ് കേട്ടോ. കാരണം അമലിൻ്റെ മെസ്സേജുകൾ ഒത്തിരി വന്ന് കിടപ്പുണ്ട്. പക്ഷേ അമലിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അങ്ങനെ ദേഷ്യം വന്ന് കയ്യിലിരുന്ന ഫോണൊക്കെ വലിച്ചെറിയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഫോൺ കിട്ടുകയാണ്. അങ്ങനെ അമലിനോട് ചാടിക്കൊണ്ട് നിൽക്കണം കേട്ടോ നമ്മുടെ ബബിത. എന്താടാ വിളിച്ചാൽ നിനക്ക് ഫോൺ എടുക്കാൻ മേലായിരുന്നോ? ഞാൻ എത്ര തവണ നിന്നെ അന്വേഷിച്ച് ഷോപ്പിൽ വന്നിരുന്നു, നീ എന്തേ അവിടെ ഒന്നും ഇല്ലേ? ഇത്ര ദിവസമായി ഞങ്ങൾ കണ്ടിട്ട് എന്നൊക്കെ പരിഭവം പറയാം. അപ്പോഴമൽ പറയാം, ഓ പിന്നെ അവളോട് സ്നേഹവും വന്നിരിക്കുന്നു. പിന്നെ ഇനി എന്തിനാടി നീ ഇങ്ങോട്ട് വരുന്നത്? വരുമ്പോൾ അവിടുത്തെ വേലക്കാരിയും കൂടെ കൂട്ടി വരാനാണോ? എന്നെ തല്ലു പൊളിക്കാൻ അല്ലേ? അന്ന് എന്നെ അറഞ്ചം പുറഞ്ഞ അവളെ തല്ലി, എന്നിട്ട് നീ മിണ്ടാതെ കണ്ടോട് നിന്നില്ലേ? അല്ല അമലെ, അത് അന്നത്തെ സാഹചര്യം. നീ അവിടെ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് കൈയും കാലും ഒക്കെ കാണിക്കുന്നത് കണ്ടല്ലോ. ഇനി അവളെ കൊണ്ട് മനഃപൂർവ്വം തല്ലിക്കോ എന്ന് പറയിപ്പിച്ചതാണോ ഓടി? അങ്ങനെ ഞാൻ തല്ലിക്കോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത് നിന്നവളാ ഞാൻ. അമലെ, നീ എന്തൊക്കെയായി അവിടെ ഇരുന്നും കൊണ്ട് പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ബബി. ഞാനേ നിന്നെ മോശമായിട്ട് ഇന്ന് വരെ ഞാൻ പ്രവർത്തിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി കേട്ടോ. വെറുതെ ഒരു അടി കൊണ്ടതല്ല എൻ്റെ സംശയം. ആർക്ക് വേണ്ടിയാണ് ഞാൻ അടി കൊണ്ടത്? എന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അമലെ, നിന്നെ ഞാൻ എന്തിനാ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീയല്ലേ അന്ന് മുതൽ എന്നെ അവോയ്ഡ് ചെന്നിട്ടിരുന്നത്? എത്ര കോള്, എത്ര മെസ്സേജ്, ഒരു റിപ്ലൈക്ക് വേണ്ടി എത്ര മാത്രം ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നീ പറയുന്നതോ? ബബി, ഇതൊക്കെ ആർക്കടി മനസ്സിലാവാത്തത്? പിന്നെ അതുപോലെ അടി കിട്ടിയാൽ ആരടി ആ ഏരിയയിലേക്ക് വരിക? നിനക്കാണ് ഇതുപോലെ കിട്ടിയെങ്കിലോ നീ എന്നെ ജയിലിൽ കയറ്റത്തില്ലേ? അതെ, നീ എന്നോട് സംസാരിക്കാതിരിക്കില്ലേ? എനിക്ക് എൻ്റെ നെഞ്ച് വിലങ്ങുന്ന പോലെ തോന്നുന്നു എന്നിങ്ങനെ ബബിത സങ്കടത്തോടുകൂടി അമലിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമൽ വീണ്ടും പറയാം, ബബി വീട്ടിലാണെങ്കിൽ എനിക്ക് ചൂല് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. അന്നെനിക്ക് അങ്ങനെയാണല്ലോ അടി കിട്ടിയത്. ഇപ്പോഴത് ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ച് കലങ്ങുക. പിന്നെ ഇതൊക്കെ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിലോ, ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിലോ ഈ കൺഫ്യൂഷൻ എല്ലാം മാറിയനെ. അന്ന് അലീന ചേച്ചിക്ക് അമലിനോട് അല്ല നീ എന്താ പറഞ്ഞത്? അല്ലല്ല ഇപ്പം അലീന ചേച്ചി എന്ന് പറഞ്ഞില്ലേ നീ? അത് പറയാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴാണ് നീ ഇടയ്ക്ക് കയറിയത്. എന്നാ പറഞ്ഞത്? അന്നത്തെ സംഭവത്തിൽ അലീന ചേച്ചിക്ക് അവിടെ നിർത്ത്. അലീന ചേച്ചിയോ? അന്ന് ഞാൻ വന്നപ്പോൾ നീ അവളെ വേലക്കാരെന്നും എടീന്നും ഒക്കെയല്ലേ പറഞ്ഞിരുന്നത്? അതിനു മുമ്പ് ആ പെണ്ണിനെക്കുറിച്ച് എത്ര മോശമായിട്ടാണ് നീ എന്നോട് സംസാരിച്ചത്? അതാ അമലെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്നെ ഒഴിവാക്കാനായിട്ട് അവൾ കൂടെ ഉണ്ടപ്പോൾ അലീന ചേച്ചി അല്ലേ? അമലെ, നീ ഇങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. എനിക്ക് പറയാനുള്ള നീ മനസ്സമ്മതോടൊന്ന് കേൾക്ക്, അപ്പം മനസ്സിലാവും. എനിക്കൊന്നും ഇനി കേൾക്കണ്ട. എന്നാൽ നമുക്ക് നേരിൽ കാണാം. അയ്യോ, അതിനെനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? പിന്നെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഈ റിലേഷൻഷിപ്പിന് നീ ഇത്രയും വാല്യൂ ഇട്ടിട്ടുള്ളോ? ഞാൻ പറഞ്ഞത് കേട്ടാൽ മാത്രം നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അയ്യോ എടി, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും വേണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എനിക്ക് അടിയും കിട്ടി. അവിടെ നിന്നൊക്കെ പോകാൻ ഉള്ള ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമൽ ഒരു തരത്തിൽ അടങ്ങുന്നേ ഇല്ല കേട്ടോ. അവസാനം ബബിത പറഞ്ഞോട്ട് വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം, നേരിട്ട് വേണമെങ്കിൽ അപേക്ഷിക്കണോ? വേണമെങ്കിൽ ഞാൻ പറയാം, ദയവ് ചെയ്ത് നീ ഫോൺ കട്ട് ചെയ്യല്ലേ. അയ്യോ, കാല് പിടിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് എനിക്ക് അടിയിൽ നിന്ന് വിടാനല്ലേ? എൻ്റെ പൊന്നു പമ്മി, നീ ഒന്ന് സമാധാനപ്പെട്. എന്നെ നീ വിളിക്കല്ലേ, എനിക്കിനി വയ്യ അടികൊള്ളാൻ എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്യാട്ടോ അമൽ. അപ്പോൾ നമ്മുടെ ബബിതയ്ക്ക് വിഷമമായിട്ട് ബബിത വീണ്ടും ഫോൺ വിളിക്കുകയാണ്. പക്ഷേ അമലാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അതോടുകൂടി നമ്മൾ ബബിതയുടെ കൺട്രോൾ ആകെ തെറ്റിയിട്ടുണ്ട്. കയ്യിരുന്ന ഫോണൊക്കെ വലിച്ച് വാരി ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് നാശം പിടിക്കാൻ പട്ടി തെണ്ടി നാറി എന്നെ ഒഴിവാക്കാൻ വേണ്ടി നീ നോക്കുക അല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ടടാ, കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകാട്ടോ കരഞ്ഞ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കേണൽ നടക്കാനൊക്കെ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പനോട് പറയുകയാണ്, അലീന എണീറ്റില്ലേ? എണീറ്റെന്ന് തോന്നുന്നു, പക്ഷേ കിച്ചൺ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. ശരി, ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? ആയിട്ടുണ്ടെന്ന് തോന്നണോ? എന്തായാലും പൗലോസ് അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടാവും. കഴിക്കുന്ന സമയത്തെ അലീനയെ കൂടെ വിളിച്ചേക്കണം കേട്ടോ. ശരി, ഞാൻ വിളിച്ചോളാം. പിന്നെ അതുപോലെ ഇപ്പോൾ കിച്ചണിൽ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പൗലോസുമായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പിരിയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണജയോട് റോഷൻ എന്ന് പറഞ്ഞ പയ്യന് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നു കേട്ടോ. പക്ഷേ കൃഷ്ണയോട് തുറന്ന് പറയാൻ ഇത്തിരി മടിയുള്ളതുകൊണ്ട് അവർ
അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ്. അന്നേരം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് എല്ലാം തുറന്ന് പറഞ്ഞോ. എന്തിനാണ് നീ എവിടെ നിന്നാണ് ഇങ്ങനെ പരിചയപ്പെട്ടത്? അപ്പോൾ എവിടെ വെച്ചാൽ സ്കൂളിൽ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്, യൂത്ത് ഫെസ്റ്റിവലിലും ഒക്കെ നല്ല പ്രൈസൊക്കെ വാങ്ങുന്ന കുട്ടിയാണ്, ഡാൻസിനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള പരിചയമാണെന്ന് പറയാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണ ഇവരിങ്ങനെ നിൽക്കണം. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞിട്ട്, അതെ കൃഷ്ണചതേ അങ്ങോട്ട് പോയടാ റോഷാന്ന് പറയാട്ടോ. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ അങ്ങോട്ട് ചെന്നിട്ട് പറ കൃഷ്ണജിയോട് സത്യം ഇങ്ങോട്ട് വാ. അയ്യോ എനിക്ക് വയ്യ ദൈവമേ, വാടാ, നിനക്കെന്തോ ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് നീ നേരിട്ട് പറ. അല്ല പോയിട്ട് ഞാൻ പറയാം. നീ ഒരു കാര്യം ചെയ്യ്, കൃഷ്ണയെ വിളിച്ച് നിർത്ത്, എന്നിട്ട് പറ ഇഷ്ടമാണെന്നങ്ങ് പറ. ചേട്ടൻ പറയൂ, ഞാൻ പറയില്ല, നീ നിൻ്റെ സൗകര്യം പോലെ ചെയ്യടാ. ഇല്ല പോവല്ലേ, ഞാൻ പറഞ്ഞോളാം. എന്നാൽ പിന്നെ പോയി പറ. ഉറപ്പായിട്ട് ഞാൻ പറയും. അങ്ങനെ നേരെ കൃഷ്ണജയുടെ പുറകെ ഇവർ രണ്ടുപേരും കൂടെ വരുക കേട്ടോ. അവിടെ നിന്നിട്ട് കൃഷ്ണജയുടെ പുറകെ നിന്നിട്ട് ഒന്ന് ഫീസിലടിക്കുകയാണ്. കൊച്ച് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ നമ്മളെ കൃഷ്ണ. അപ്പോഴത്തേക്കിനും കൂട്ടുകാരൻ പറഞ്ഞോണ്ട്, എടാ റോഷ പറയടാ, ആ കൊച്ചിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ എന്നോട് പറയാനുള്ളത്? എന്തിനാ എന്നെ വിളിച്ചത്? എന്താ റോഷ കാര്യം? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്താണെന്ന് വെച്ചാലേ എൻ്റെ പേര് കൃഷ്ണജാന്ന് വിളിച്ചാൽ മതി കേട്ടോ, കൊച്ചെന്നൊന്നും വിളിക്കണ്ട. അത് അല്ല, ഈ റോഷൻ എന്തെങ്കിലും പറയാണ്ടോ? എന്നാൽ പിന്നെ എന്നോട് പറ. അല്ല അത് ഞാൻ വന്നപ്പോൾ കുറച്ച് ദിവസമായിട്ട് റോഷൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്നെ നോക്കുന്നു. അതുകൊണ്ട് റോഷൻ്റെ പ്രശ്നം എന്താ? കണ്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്നും പറഞ്ഞുകൊണ്ട് ചേട്ടന്മാർ പറയണം കേട്ടുകൊണ്ട് പഠിപ്പ് നിർത്തി വീട്ടിലിരിക്കേണ്ടി വരുവേ. ഈ ചേട്ടൻ പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞതായിരിക്കുമല്ലേ? ചേട്ടൻ പറഞ്ഞു അതുകൊണ്ടാണ്. ഒന്നുമില്ലെങ്കിലും ചേട്ടൻ്റെ അനിയന് ചേട്ടൻ ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? കൃഷ്ണ ചോദിക്കാട്ടോ. എന്തായാലും കൊള്ളാം റോഷൻ, ഇവർ പറയുന്നൊന്നും കേൾക്കല്ലേ, എന്നിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴിയിൽ വെച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ശരി റോഷ, നാളെ കാണാം എന്ന്. എന്നിട്ട് ചേട്ടനെ ഉപദേശിക്കുക കേട്ടോ. ഇങ്ങനെയാണോ ബ്രദറിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ചേട്ടൻ നാണയില്ലല്ലോ, ഭയങ്കര മോശമായി പോയി കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങോട്ട് ഒറ്റ പോക്കങ്ങ് പോവാണ്. എടാ എന്നെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് മനസ്സിലായി, മതിയായിടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് വഴക്ക് കൊടുക്കട്ടോ. എടാ ആ കൊച്ചിന് എന്തൊരു അഹങ്കാരം, ഇതിനെയാണോ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? കൊള്ളാം, അവൾക്ക് അഹങ്കാരമൊന്നുമല്ല, അവൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പ്രപ്പോസൽ മുടങ്ങിയല്ലോ, നീ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ വിളിച്ചും കൊണ്ട് അയാൾ പോവാട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻലിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പൗലോസ് എടുത്തുകൊണ്ട് വെക്കാൻ കേട്ടോ. പെട്ടെന്ന് ചിക്കനോ മട്ടനോ എന്തൊക്കെയോ ഉണ്ട്, ചുവപ്പോ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാൻലി വരുന്നു, ആഹാരം മുഴുവനായിട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പ്ലേറ്റൊക്കെ തുറന്ന് ഇരിക്കുകയാണ്. ചോദിക്കുന്നുണ്ട്, അലീനെ വിളിച്ചില്ലേ? വിളിച്ചു സർ. പിന്നെന്താ വരാത്തത്? അല്ല എന്താ വരാത്ത? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാ പറയുന്നത്. എന്താ? അല്ല അതിന്ന് എന്തോ വ്രതമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഇന്ന് ഏതെങ്കിലും പുണ്യാളിൻ്റെ ദിവസമാണോ? അല്ല പിന്നെന്താ, ആരുടെയെങ്കിലും ഓർമ്മ ദിവസമാണോ? അല്ലെന്നാ തോന്നുന്നത്. ഫ്രൈഡേ ആണോ? അല്ല. പൗലോസേ, ഇപ്പോൾ അലീന കിച്ചണിൽ കയറി വന്ന് ജോലി തടസ്സപ്പെടുത്താറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല സർ. ഗുഡ്, കൊള്ളാം. പക്ഷേ നീ മര്യാദയ്ക്ക് നിന്നോണം, നന്ദികേടൊന്നും കാണിക്കരുത്. ഇല്ല സാർ, ഞാൻ ഒരു നന്ദികേടും കാണിച്ചില്ല. പക്ഷേ ആ കൊച്ചിന് എന്നോട് എന്തോ വിരോധമുണ്ട്. നിന്നോട് എന്തിനാ വിരോധം? ഇതിനു മുമ്പ് നിന്നെ അവൾ കണ്ടിട്ട് പോലുമില്ല. ചിലർക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ വിരോധം തോന്നും. അലീന കുഞ്ഞിനും അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ മുൻവിധിയോടെ പെരുമാറുന്നൊരു പെണ്ണല്ല അലീന. അല്ല, ഇന്ന് ഉപവാസമായതുകൊണ്ട് അലീനയ്ക്ക് വേണ്ടി ഇന്ന് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി, ഓക്കെ. അപ്പോൾ അവൾ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചതായിരിക്കുമല്ലേ? ശരി, എന്നാൽ ഞാൻ കഴിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കഴിക്കാനുള്ളതെല്ലാം പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്